ഈ സദ്യക്കൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാങ്ങാച്ചാറുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഐറ്റം. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മാങ്ങ ഇതുപോലെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങയുടെ പുളിക്കനുസരിച്ചുള്ള ഉപ്പും 1/4 സ്പൂണോളം ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ നേരം മാറ്റി വെച്ചോളൂ. ഇനി എണ്ണ ചൂടായി കടുക് പൊട്ടി വന്നാൽ 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും 8-10 അല്ലി വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വേണം മുളക് പൊടി ചേർക്കാൻ. ആ എണ്ണയുടെ ചൂടിൽ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിക്കോളും. 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ മാങ്ങയിലേക്ക് ചേർക്കാം. നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ ശർക്കരപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ വിനാഗിരി. ഇത് തീർത്തും ഓപ്ഷണലാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ വിനാഗിരി ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.